ഇതില് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാസന്റെ കുടുംബ ലൈഫ് പോകും, ഉറപ്പാണ്, മാറ്റമൊന്നുമില്ല. ദാസന്റെ കുടുംബം തകരും. കാര്യം ദാസന്റെ കുടുംബം തകരാൻ കാരണം ഒന്നും പറയാനില്ല. കാരണം ഇതൊരു പ്രമോഷൻ മാതിരി ആയിപ്പോയി, വേറെ ഒന്നുമില്ല. ദാസന്റെ കാര്യത്തിൽ തീരുമാനമായി, അവരുടെ കുടുംബ ലൈഫ് എല്ലാം പോകും. വേറെ ഒന്നും അതിനെ കുറിച്ച് ചിന്തിക്കാൻ. തീർച്ചയായിട്ടും ഞാൻ എന്താ ഒരു വീഡിയോ കണ്ട് എന്റെ കിളിയും കിളിക്കൂടും പറന്ന് നിക്കുക. അഭിമാനിക്കൂ. ആ ഒരു കുട്ടി വളർന്നു വരുന്നു എന്നുള്ളൊരു ചിന്തയെങ്കിലും നിനക്കുണ്ടാവുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്നും കൊണ്ടല്ല, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന സൂര്യനാരായണ വർമ്മ എന്നല്ലേ പറഞ്ഞോണ്ടോ നടന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ്. ആ കുട്ടി നാളെ വളർന്നു വരുന്ന സമയത്ത് ഇപ്പൊ തന്നെ സ്കൂളിൽ ഫേസ് ചെയ്യേണ്ടിയൊക്കെ വരും. പക്ഷെ പിള്ളേർ വീട്ടിൽ വന്നൊന്നും പറയുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറഞ്ഞാലും നിന്റെ കഴിഞ്ഞാട്ടത്തിന് ഒരു കുറവും വരാനും പോകുന്നില്ല, വരുത്തത്തുമില്ല. എന്തായാലും ആ കുട്ടിയടക്കം ഇനി സമൂഹത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിന്റെ അമ്മ എന്താണ് അങ്ങനെ? അത് മറ്റവന് വലുതായിട്ട് ഫേസ് ചെയ്യില്ല. ആർക്ക്? കിച്ചുവിന്. അവന്റെ സ്വന്തം അമ്മ അല്ലല്ലോ. പക്ഷെ മറ്റേ ഇളയ പയ്യന് ഫേസ് ചെയ്യേണ്ടി വരും. നിന്റെ അമ്മ എന്താണ് ഇങ്ങനെ? അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഒരു മക്കൾക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോ രേണുസുതി എന്ത് അവരായത്തനം കാട്ടിക്കൂട്ടിയിട്ടും പറയും എല്ലാം എന്റെ സുനിയേട്ടന് വേണ്ടിയിട്ട്, എന്റെ സുതിച്ചേട്ടന് വേണ്ടിയിട്ട്. അതൊരു ഹൈലൈറ്റ് സാധനമാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും തൊലിക്കെട്ടി. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ രേണു ആൻഡ് ദാസേട്ടൻ കോഴിക്കോട് രണ്ടുപേരും കൂടി വീട്ടിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഇപ്പൊ പറഞ്ഞു, അതായത് ദാസേട്ടൻ ആദ്യം വീട്ടിൽ പറഞ്ഞ്, എടി ഭാര്യ ഞാനൊരു ആൽബത്തിൽ അഭിനയിക്കാൻ പോവാണ്. രേണു തങ്കഞ്ചേട്ടൻ്റെ അടുത്ത് വന്ന്, അച്ഛാ ഞാനൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ട് വരികയാണ് കേട്ടോ, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും രണ്ട് വീട്ടുകാരും അനുഗ്രഹിച്ചു വിട്ടു. രണ്ടുപേരും കൂടി അഭിനയിച്ചിട്ട് വന്നത് തുണ്ടില്. ഈ ഒരു അവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് ദാസേട്ടന്റെ ഭാര്യ പിണങ്ങിപ്പോയെന്ന് വരാം ന്യൂസുകൾ വരുന്നുണ്ട്. നമുക്ക് അതെല്ലാം വരാം, അതെല്ലാം ഒരു അരുവിയെന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്യാം. അപ്പൊ രണ്ടുപേരും വീട്ടിൽ പറഞ്ഞിട്ട് പോയത് ആൽബത്തിൽ അഭിനയിക്കാൻ പോകണം. രണ്ടും കൂടി തുണ്ടിൽ അഭിനയിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അവസ്ഥ, വല്ലാത്ത അവസ്ഥ. ഇനി റീസെന്റ് ആയിട്ട് രേണു ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റീല് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടമൊക്കെ ഇട്ട് വന്ന് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോയുടെ മുമ്പിൽ വന്നിരുന്ന് കിടന്ന് തുള്ളി തുള്ളി നിൽക്കുന്നു. നിനക്ക് ഉളുപ്പില്ലേ? വീണ്ടും അങ്ങേരെ എടുത്ത് വെച്ച് വിറ്റ് ഇരിക്കാൻ നിനക്ക് തന്നെ സ്വയം ഒരു ഉളുപ്പ് തോന്നുന്നില്ലേ? കാണാം. ചല്ലടി കൊയില കേറിയങ്ങ് നിക്കാണ്. വീണ്ടും അങ്ങേരെ എടുത്ത് വെച്ച് വിറ്റ് നിനക്ക് ഇപ്പൊ തന്നെ ഇത്രയും ഉളുപ്പ് ലെവൽ തോന്നുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ. ഞാൻ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത രേണു ദാസേട്ടന്റെ സ്പ്രേ ഉണ്ടാക്കാൻ പോണം. സത്യം എനിക്ക് ചിരി വന്നു. ഇനി ഞാൻ ജിനൂസിന്റെ ഒരു വീഡിയോയുടെ തമ്മിലൂടെ കൊടുക്കാം. ആൽബത്തിൽ അശ്ലീലം മധുരവിട്ട് ദാസേട്ടൻ കുടുംബം തകർന്നു, എല്ലാത്തിനും കാരണം രേണു സുധി വെളിപ്പെടുത്തലുമായി സുഹൃത്തെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ജിനൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് താഴെ രേണു ആണെങ്കിൽ കമന്റ് ചെയ്തിരിക്കണ്ടേ, അയ്യോ ചിരിക്കാനയ്യ, അയ്യേ ചിരിക്കാൻ വയ്യെന്നായിരിക്കും അന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് അറിഞ്ഞ് പൊറിഞ്ഞ ചിരിക്കുകയാണ്. അവൾ ചിരിച്ചതുകൊണ്ടല്ല ഞാൻ ഈ ഒരു കമന്റ് എടുത്തു വെക്കുന്നത്. ഞാൻ നോക്കിയപ്പോ അവള് ഈ അപരാധത്തനം കാണിക്കുന്നതിന്റെ എല്ലാത്തിന്റെ ഹൈലൈറ്റില് ഈ പ്രൊഫൈൽ പിക്ചറിൽ നിൽക്കുന്നത് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ സുധി നാട് നീളെ നടന്ന നന്മമരമൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാലും ചത്തു കുഴിയിൽ പോയാലും അങ്ങേർക്ക് സമാധാനം കൊടുക്കൂല. അതാണ് രേണു. ചത്തു കുഴിയിലായി എന്നിട്ട് സമാധാനം കൊടുക്കുന്നില്ല, വീണ്ടും അങ്ങേരെ വച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവള് ഈ അപരാധനങ്ങളെല്ലാം കാണിച്ചിട്ട് വീണ്ടും അങ്ങേരെ ഫോട്ടോ തന്നെ ഹൈലൈറ്റ്. നീ ഇത്തിരി ദയവ് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് കെട്ടിത്തൊലഞ്ഞിപ്പോ കെട്ടിത്തൊലഞ്ഞെങ്കിലും പോകുമ്പോഴെങ്കിലും അങ്ങേരെ ഒന്ന് വിട്. പിന്നെ ഈ സുനിച്ചേട്ടാ എന്നുള്ള ഒരു സാധനം അങ്ങ് നിർത്ത്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്തായാലും നീ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ കെട്ടും മറിക്കും ഒലത്തും എന്നൊക്കെ. അതിലോട്ട് ഞാൻ വരുന്നുണ്ട്. എന്തായാലും പണ്ട് പറഞ്ഞതും കൂടി നമുക്കൊന്ന് കേൾക്കണമല്ലോ. അതിനു മുന്നേ നീ അയ്യോ ചിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു കമന്റ് ഇട്ടപ്പോ ഇതിന് താഴെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ കോപ്രായമാണല്ലോ, അഭിനയം സിദ്ധിയാണ്, അത് 14 അയലത്തു കൂടി പോയിട്ടില്ല, ഉള്ള സത്യം പറഞ്ഞതേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. അഭിനയിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, അതിന്റെ എയും ബിയും തിരിച്ചറിയത്തില്ല. ചുമ്മാ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടു. ഇങ്ങനെ തിരിയണം അങ്ങനെ തിരിയണം, ഇത് തന്നെ. ഇനിയിപ്പോ അഭിനയം കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ ആവുമെന്നാണ് സ്വയമേ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും വിമൽകുമാർ അല്ലല്ലോ, സരോജ് കുമാർ. ആ ഒരു അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. സ്വന്തമായിട്ട് എന്തോ വലിയ വിചാരമുണ്ട്. സരോജ് കുമാർ എന്ന റോള് ശ്രീനിവാസൻ ചെയ്തപ്പോൾ വേറെ ലെവലായിരുന്നു. അത് അഭിനയം വേറെ ലെവലായിരുന്നു. അത് വിട്.
അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ എന്തോ എന്നുള്ളൊരു ഭാവമുണ്ട്, അതും കൊണ്ട് ഇങ്ങനെ വെറുതെ നടക്കുന്നു, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അല്ലാണ്ട് നീ ഒരു തേങ്ങയുമില്ല. അതവിടെ മാറ്റി ചേർത്ത്. അപമാനിക്കുവാണോ താരത്തെ എന്ന് പറഞ്ഞ് ജിനൂസ് കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ. ഇനി ഞാൻ വേറെ കമന്റ് വായിക്കാം കേട്ടോ. മരിച്ച സുധിയുടെ പേരിൽ സ്വന്തമായിട്ട് വ്യഭിചാരം ചെയ്യുന്ന വിധവ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ, അയാൾ മരിച്ചത് നന്നായി, അയാൾ രക്ഷപ്പെട്ടു. അതും വേറൊരു തരത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് ശരിയാണെന്ന് തോന്നും കേട്ടോ. സുധി എന്ന് പറയുന്ന വ്യക്തിയെ വച്ച് വിറ്റ് ഒരു കോലത്തിലാക്കി. പിന്നെ ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു മനസ്സിന് ആശ്വാസം. അങ്ങനെ നേരത്തെ പോയത് നന്നായി. തൊലിക്കട്ടി അപാരം, രണാസുന ഇപ്പോൾ കറക്റ്റായി. പ്രമുഖ താരം ആരുടെയോ വീഡിയോ കാണുന്നില്ലെന്നേ പറഞ്ഞ്. അതെ, ആരുടെ വീഡിയോ കാണില്ല, ജിനൂസിന്റെ വീഡിയോയിലൊന്നും കമന്റ് ചോദിക്കണം. ആരെയും വീഡിയോ പക്ഷേ കാണില്ല, മറ്റേ കണ്ണടച്ച് പിടിക്കായിരിക്കും, മൂക്കുണ്ടായിരിക്കും കാണുന്നത്. വാവ്, പ്രമുഖ നടി അഭിനയം കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് വേണം. ബാച്ചായിരുന്ന അഭിനയം, ജിനൂസ് ഊക്കുന്നതാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം അവക്കില്ല. ബാച്ചായിരുന്ന കേട്ടോ അഭിനയം, കലക്കെ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വെയിറ്റിംഗ്. അയ്യോ പിന്നെ ഒന്നുമില്ല, തീർച്ചയായും. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇപ്പം വരും, സെക്കൻഡ് പാർട്ട്. എന്ത് കീര ഉത്തരേ, ഊക്കുന്നത് പോലും മനസ്സിലാക്കാനുള്ള ബോധം ഇവക്കില്ലല്ലോ എന്ന്. ഇവളെ വിചാരം ഇവൾ എന്തോ ഒരു സംഭവമാണെന്ന് കേട്ടാണ്. ഒരു തേങ്ങയുമില്ല, നീ ഒരു തേങ്ങയുമില്ല. ചുമ്മാ ഇങ്ങനെ കിടന്ന് കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ. ഈ നെഗറ്റീവ് ആയാലും തള്ളക്കി വിളിക്കാൻ കുറെ ആൾക്കാർ വരും. അതിപ്പോൾ ഞാനായാലും വരും, വേറുള്ള ആൾക്കാരായാലും വരും. ഇത് കുറച്ച് കാലത്തേക്ക് കാണും, അത് വെച്ച് നീ ഇങ്ങനെ ഉരുണ്ട് നിൽക്കും. അതുകൊണ്ട് നിന്റെ വാലെ തൂങ്ങി കുറെ എണ്ണം വരുന്നു. അല്ലാണ്ട് നിന്റെ അഭിനയം കണ്ടിട്ടൊന്നും അല്ല നിന്നെ ഒരു ആൽബത്തിൽ എടുത്തത് ഒന്നിലും എടുക്കുന്നത്. നെഗറ്റീവ് ആയാലും കുറച്ച് റീച്ച് കിട്ടാനും 10 പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ നിന്നെ വെച്ചും കൊണ്ട് ഒരു ആൽബം എടുത്തത് ഒരു തേങ്ങയും ഓടിയില്ല. എങ്ങനെ മുക്കി 1 ലക്ഷം കണ്ടെത്തിയെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ നിന്റെ റീച്ച്. അത് നമ്മളെ പോലെയുള്ളവന്മാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് ഒരു പരുവത്തിലാക്കിയതുകൊണ്ടാണ് അതുവരെയെങ്കിലും എത്തിയത്. അല്ലെങ്കിൽ അതിന്റെ 7 എത്തുമല്ലോ, അത് എത്തത്തില്ല. ഞാൻ ആദ്യം കാണുന്ന സമയത്ത് 30,000 40,000 എന്തോ ആണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും റിയാക്ട് ചെയ്ത് വന്നപ്പോഴാണ് അത് 1 ലക്ഷം കണ്ട് എത്തിയിട്ടുള്ളത്. കാരണം ആർക്കും താല്പര്യമില്ല, ആരും വന്ന് കാണാനും പോകുന്നില്ല. പിന്നെ നമ്മളൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് വന്ന് 10 തള്ളക്ക് വിളിച്ചിട്ട് പൊയ്ക്കാണ് ആൾക്കാർ. അല്ലാണ്ട് നിന്റെ ഒന്നും ഒരു ആൽബവും കാണാൻ പോകുന്നില്ല, ഒരു തേങ്ങയും ആരും കാണാൻ പോകുന്നില്ല. അതാണ് മറ്റൊരു സത്യം. ഇവളൊക്കെ വിചാരം ഇവളെ മറ്റേ അഭിനയിച്ച് തള്ളിയിരിക്കണമെന്ന്. തേങ്ങ ഒരു ഷോർട്ട് ഫിലിം എങ്ങാണ്ട് കുറച്ച് നാൾക്ക് മുമ്പേ 1 മണിക്കൂറിന്റെ സിനിമ എങ്ങാണ്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വാച്ചായിരുന്നു അഭിനയം, വാച്ച. സത്യമുള്ള കാര്യം പറയാം, എനിക്ക് അഭിനയിക്കാൻ കഴിവൊന്നുമില്ല. ഞാൻ എന്ന് വെച്ചിട്ട് കഴിവില്ലാത്ത സാധനം കൊണ്ട് അഭിനയിച്ച് കൊളാക്കാനൊന്നും നിൽക്കില്ല. എന്റെ പൊന്നിടയാണ്, നിനക്ക് 7 അയലത്തൂടെ കഴിവ് പോയിട്ടില്ല. പിന്നെ എന്ത് കോപ്രായി കിടന്ന് കാണിക്കുന്നത്. പിന്നെ ആരോ ഇടയ്ക്ക് ഇവിടെ പാട്ടുപാടാൻ അറിയാന്ന് പറഞ്ഞ് പറ്റിച്ച് വസീകര എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്ന് പാടുന്നുണ്ടായിരുന്നു. എന്തോന്നട്ടെ, കഴിവില്ലാത്ത ഒരു സമൂഹം അംഗീകരിക്കില്ല. ആരെങ്ങനെ താഴ്ത്തി കെട്ടാൻ പാടില്ല. എങ്കിലും സ്വയമേ ഒന്നും തോന്നുന്നില്ലേ? അത് പോട്ട് വിട്. അഭിനയിച്ചവരാണോ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ നിന്നൊക്കെ കഴിവില്ലെന്ന് പറഞ്ഞ് തളർത്തി എന്ന് പറയും. നീ അഭിനയിച്ച് 6 തവണ. കുറച്ചുകൂടി കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും നിന്നെ വെച്ച് എടുത്തിട്ടും നെഗറ്റീവ് ആയാലും ഇപ്പൊ റീച്ച് ഇല്ല. നിന്നെ തെറി വിളിക്കുന്ന കാണാനേ ആൾക്കാർ പോകുന്നുള്ളൂന്ന് ഉള്ള ഒരു വാസ്തവം ഈ നിന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യില്ലേ, അവർക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ നിനക്ക് പിന്നെ ഒരു തേങ്ങ ഇല്ലാണ്ട് നീ ഫീൽഡ് ഔട്ടാവും. അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇനി ഈ വാഞ്ഞ ആൽബം ഇറക്കിയിട്ട് 2-3 എണ്ണം കൂടി വന്നിരുന്ന ഒരു ലൈവ്, ആര് ജാഷേട്ടൻ കോളിക്കോടും രേണു സുനിയും വേറെ അവളെ ഒരുത്തേയും കൂടി 3 കൂടി ഇരുന്ന ഒരു ലൈവ് കാണാം. തീർച്ചയായിട്ടും ഞാൻ എന്താ ഒരു വീഡിയോ കണ്ട് എന്റെ കിളിയും കിളിക്കൂടും പറന്ന് നിക്കുക. ഞങ്ങൾ സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളും. ഞാൻ എന്നെ സംബന്ധിച്ച് ദാസേട്ട ഈ ഏപ്പടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളുവാണ്. സത്യം എന്താ അറിയില്ല, അതേ കുളിര് പോലും. അതെ, ഏപ്പടം എന്ന് പറയുമ്പോ ഞാൻ അഭിമാനം കൊള്ളുകയാണ് എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. എടി നിനക്ക് നാണം ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഒന്നിരുന്ന് അടിക്കാൻ? നിനക്കൊരു കൊച്ചുണ്ടെന്നുള്ളൊരു ബോധമെങ്കിലും നിനക്കുണ്ടോ? ഉണ്ടോ നിനക്ക്? നീക്ക് എവിടെ നിന്നടി കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്? ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന് നാളെ പുറത്തിറങ്ങി നടക്കണ്ടേ? നിനക്കൊക്കെ കൊച്ചിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചിന്തയുണ്ട? നിനക്ക് സൗദിയിൽ കസ്റ്റമർ ഉണ്ടായ കഥയൊക്കെ എനിക്കറിയാം, വ്യക്തമായിട്ട് എനിക്കറിയാം. A-to-Z കാര്യങ്ങൾ സൗദിയിൽ നടന്നിട്ടുള്ളത് എനിക്കറിയാം. ഞാൻ വിളിച്ച് പറയാത്തതാണ് മോളെ. അതുകൊണ്ട് എന്റെ പൊന്നാര മോളെ, നിനക്കൊന്നും ഉളുപ്പ് തോന്നുന്നില്ല. ഒരു കൊച്ചു വളർന്ന് വരുന്നുള്ള ഒരു ബോധമെങ്കിലും കാണിക്കേട്ടാ. ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് വന്നിട്ട് തുപ്പാനായിട്ട് കുറച്ചൊക്കെ മനുഷ്യന്മാരായ ലെവലേശം ഉളുപ്പ് വരണം. സൗദിയിൽ പോയിട്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും ഡീറ്റെയിൽസ് അടക്കം ഇതിന്റെ അപ്പുറം എനിക്ക് പറയാൻ വയ്യ. ഡീറ്റെയിൽസ് അടക്കമാണ് എനിക്ക് അറിയാന്നുള്ളത്. എന്നിട്ട് ഞാൻ വേണ്ട വിട്ടുള്ള പോട്ട്, നമുക്കെന്തിനും ഒരാളുടെ ഇതൊന്നും വലിച്ചു ഒട്ടിക്കാൻ താല്പര്യമില്ല. പിന്നെ നീ വന്ന് തള്ളി മറിച്ച് കഴിഞ്ഞാൽ എടുത്ത് എല്ലാം കൂടി അടിച്ച് നിരത്തി വെച്ചിട്ട് ഞാൻ അങ്ങ് പോകും. എന്തായാലും വാഞ്ഞ ലൈവ് കാണാം. ആ യൂട്യൂബർ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്തൊക്കെ ഒരു സിനിമയില് നായകനും നായിക ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ
അല്ലെ? ആ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവും? അവര് തമ്മിൽ പ്രണയിക്കുകയാണെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യും, ഉണ്ടാവൂലേ? ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് വാച്ചായിരുന്നു. ഇത് കറക്റ്റ് നമ്മുടെ എസ്മ സീരീസ് എടുക്കുന്ന അതേ ഫ്രെയിമിൽ കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടാ തുണ്ട് പടം എടുക്കുന്ന പോലെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. സത്യം ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഇതിന്റെ ട്രെയിലർ പോലെ എന്താ സാധനം കണ്ടു. ഇതെന്താ തുണ്ട എസ്മറക്കിയ എന്നേ വിചാരിച്ചോളൂ. ഇതെല്ലാം ഒരു ആൽബോ തുണ്ടെടുക്കുന്ന അതേ ഫ്രെയിമിൽ അതേ ഷേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വാച്ചായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയാം. കലക്കി വാച്ചായിരുന്നു, ഒരു രക്ഷയില്ല. അയ്യോ ആലോചിക്കാൻ പോലും വയ്യ. എന്തൊക്കെ കാണണം. എന്താ ഇവരുടെ വിചാരം? എടേ ഇപ്പൊ ദാസേട്ടൻ കോളിക്കോണായാലും ഈ റാണോ സോണി ആയാലും ഇവരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ്, നമ്മളാണ് മറ്റേ കിടിലങ്ങള് എന്നൊക്കെ ഉള്ളൊരു ചിന്തയുടെ ഇവര്. എടാ പോടാ, എണീറ്റ് പോയി കിടന്ന് ഉറങ്ങടാ. മാമിക്ക് വാമാട്ടന്നെ വേലയിപ്പാറ് എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്താഗതിയൊക്കെയാണ് നിങ്ങൾക്കുള്ളത്. അതാദ്യം ഒന്ന് മാറ്റി വൈകട്ടെ. ഒരു തേങ്ങയില്ല നീയൊക്കെ. വെറും 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 അലിൻജോസ് പെരേര അറാട്ടണ്ണ ആ ഗണത്തിൽപ്പെട്ടിട്ടുള്ള കുറെ ഊച്ചാളികൾ, അല്ലാണ്ട് ഒന്നുമല്ല നീയൊക്കെ. എന്തോ എന്നുള്ളൊരു ഭാവം അടിവയറ്റിന്ന് വരുന്നുണ്ടല്ലേ, അത് മാറ്റിത്തരാം. ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോ കോരിത്തെരിച്ച് കൈയടിക്കും തിയേറ്ററിൽ പോയിട്ട്, അല്ലെ? ഞങ്ങളൊരു ആൽബത്തിന് ഒരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ആൾക്കാർ ഇത്ര തുള്ള? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ വാട്ടപ്പേ ഈ ലോകത്തിൽ എന്താ പറ്റിയത്? ലോകത്തിന്റെ പോക്കിന് ഒരു കുഴപ്പമില്ല. നിന്റെയൊക്കെ പോക്ക് എങ്ങോട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സിനിമയിൽ കാണുമ്പോഴുള്ള സീനൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്യുന്നത്, അത് കാണാൻ വർക്കത്തണ്ടാ. ഇതെന്തോന്നാ പണി വെച്ചെടുക്കേ? ഞാൻ കേട്ടത് ആണ് നീ എനിക്ക് കൊടുത്തത്. ഇതാണ് അവസ്ഥ. ഇവിടെ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയാം, കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് ഉള്ള കാര്യം പറയാം. റിവ്യൂ ആണ് ചെയ്യുന്നതെന്നങ്ങ് വെച്ചോ. ബാച്ചായിരിക്കുന്നു ഇതുപോലെ ഒരു തുണ്ട് സീൻ. അയ്യേ ഇത് തുണ്ടെന്ന് പറയാൻ ഇതെന്തുവാ ഇത്? ഏപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപമാനം. രേണു അഭിമാനത്തോടെ പറയണം ഞാൻ ഏപ്പടത്തെ അഭിനയിച്ചെന്നുള്ളത് സ്റ്റെപ്പ്. എടി നിനക്കൊരു കൊച്ചുള്ള ഒരു കാര്യം നിനക്ക് ഓർമ്മയില്ല. എവിടെ അതൊന്നും ഓർമ്മ കാണത്തില്ല. അത് ഓർമ്മയെ നിനക്കില്ല. വെറും ഉളുപ്പില്ലാത്ത സാധനങ്ങൾ. ഇതിനൊക്കെ എന്തിനടാ ഇതൊക്കെ നിനക്കൊക്കെ നാണമാനം തോന്നില്ലേ സ്വയമേ? ഒരു കിഴങ്ങൻ ദാസേട്ടൻ കോളിക്കോട് അവനെ അടുത്തൊരുത്തായി അവന്റെ മച്ചിയുടെ അവുങ്കലവും. ഞാൻ സത്യം പറഞ്ഞ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്, ജീവനാടിയാണ്, എന്റെ ബ്ലഡ് ആണ് ആൽബം. അതെന്താണെന്നറിയില്ല, പണ്ടോട്ടെ ആളുടെ സിനിമ അല്ല എനിക്ക് ഏറ്റവും വലുത് ആൽബമാണ്. അതെന്താന്ന് എനിക്കറിയില്ല, ജീവനാണ്. ഞാനും ഒരു 5-6 സിനിമകൾ അഭിനയിച്ച ആളാ. അല്ലെങ്കിൽ ഇപ്പൊ ഓടിപ്പോയി കയറിക്കോട്. നിന്നെ അങ്ങ് സിനിമയിൽ എടുക്കും. ആരെ? രേണു സുധിയ. ഓടിപ്പോയി കയറിക്കോട്. സിനിമ എനിക്ക് വലിയ ഇതില്ല, അവിടെ കിട്ടൂലെന്ന് എനിക്ക് എന്നെ ബോധ്യമുണ്ട്. എന്റെ ജീവൻ, എന്റെ നാടി, എന്റെ ഉയിര്, എന്റെ ആൽബമാണെന്ന്. പോയി കയറി ആൽബം. ഇതുപോലെ കുറെ ചീഞ്ഞ ആൽബങ്ങൾ എടുത്ത് അങ്ങനെ ഇരുന്നു. അതാണ് നിനക്ക് പറ്റിയത്. പിന്നെ സിനിമ എനിക്ക് വലിയ ഇതില്ലെന്ന് പറയുമ്പോൾ അവിടെ നിന്നെ ഒരു മനുഷ്യനും എടുക്കൂല. അഭിനയിക്കാൻ അറിഞ്ഞൂടെ, ഒരു തേങ്ങ അറിഞ്ഞൂടെ, പറഞ്ഞ് നിൽക്കാൻ മാത്രം അറിയാം വായി വളർന്നു. എന്നിട്ട് ആൽബം പോലെ പറയാം. സിനിമയിൽ ഇപ്പൊ എടുക്കും. ഓടിപ്പോയി കയറിക്കൊടു. ഓടിപ്പോ എന്നാ പിടി. ഞാൻ സുധിച്ചാട്ടന്റെ ഭാര്യ ബിഗ് ബോസ് മിന്നും താരം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കയറിക്കൊടു. നയൻതാര മാറ്റിയിട്ട് രേണു സുധിയെ പിടിച്ച് ചേർത്ത് എഴുതി പോടേ. ചുമ്മാ തള്ളി മറിക്കണേക്ക് ഒരു മയത്തി തള്ളി. എന്തു കേട്ടോണ്ടിരിക്കണതിനൊക്കെ ഒരു പരിധി വേണ്ടേ? കുറെ പേര് പറയും നീ എന്താ അവരെ അങ്ങനെ കളിയാക്കണം, അവർക്ക് അറിയാന്നുള്ള പോലെ അഭിനയം കിട്ടുന്നത്. വാച്ചായിരിക്കണേ. ഞാൻ എങ്ങനെ തന്നെ പറയും. ഇതിന്റെ വല്ല ബോഡി ഷേമിങ് എന്നാ എന്ത് തേങ്ങയെന്ന് പറയാം. ബോഡി ഷേമിങ് ഒന്നും ചെയ്തിട്ടില്ല, എങ്കിലും കഴിവില്ലാത്തവരെ കഴിവില്ലെന്ന് തന്നെ പറയണം. പിന്നല്ലാണ്ട് എന്തുവാ അഭിനയം? വാച്ചായിരിക്കണം അഭിനയം. പിന്നല്ലാണ്ട് കുറെ കാലമായി. എടേ ഞാൻ ഇങ്ങനെയൊന്നും പറയൂലായിരുന്നു. ഇതിപ്പം വന്നിരുന്നിട്ട് ഇവരെന്തോ വലിയ മറ്റേ ബാഹുബലി എടുത്ത മൂഡിലിരുന്നാണ് സംസാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരൂലേ? അവരെന്തോ വലിയ ഭയങ്കര അഭിനയിച്ചിട്ടിരിക്കണമല്ലെന്ന്. വാച്ചായിരുന്നു. എടുത്ത് ചെന്നൂടെ കണ്ടു നോക്ക് സ്വന്തമായിട്ട്. അയ്യോ പറയണ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പിടിക്കില്ല. ചൊറ വർത്താനൊക്കെ പറയില്ലേ? അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ ഇറങ്ങി അങ്ങ് സംസാരിക്കും. എന്റെ മോളായിട്ട് സ്ത്രീകൾ കുറെ എന്റെ കൂടെ അഭിനയിച്ച മോളായിട്ട് അഭിനയിച്ച അമ്മയിൽ അഭിനയിച്ച എന്താണ് ആൾക്കാർക്ക് ഇവിടെ സംഭവിക്കുന്നത്? എടാ എണിച്ചു പോടെ. ഞാൻ കേട്ടെ എന്തോന്ന്. എടാ നീ ഇതിന്റെയൊക്കെ വിചാരം ഇവരെന്തോ വലിയ മറ്റേ സെറ്റപ്പ് എന്നാണ് വിചാരം. എടേ ഒരു അലിൻജോസ്, ഒരു ആറാട്ടെണ്ണൻ, അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാം ഒരു ത്രാസി കിടന്ന് തൂങ്ങുന്ന ടീമുകൾ. അതിനപ്പുറം ഒന്നുമില്ല. അതാദ്യം സ്വയമേ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളൊന്നും ഒരു തേങ്ങയോ അല്ല. ഇവരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ മറ്റേ അതുപോലെയാണ്. സ്വയമേ എന്തോ ഞാനെന്നുള്ള ഒരു അഹങ്കാരം ഉള്ളി എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ. നമ്മൾ മറ്റേ സെറ്റപ്പാണ്. ഒരു തേങ്ങയല്ലേ? ഒരു തേങ്ങയല്ല. ഒരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ അറിയാം ആൽബം.
ഏതെങ്കിലും 10 പിള്ളേരോടെ വഴിയെ പോണവരെ പിടിച്ച് വെച്ചിട്ട് അഭിനയിപ്പിച്ച് അവന്മാരിനേക്കാളും നന്നായിട്ട് അഭിനയിക്കും. ഇത് വെച്ചായിരിക്കണം. ചെന്നിട്ട് പറച്ചിലുകൾ കേൾക്കുമ്പോഴാണ് എൻ്റെ പുന്നിടവി പെരുത്ത് കയറുന്നത്. ഇവരൊക്കെ വിചാരം ഇവര് ബാഹുബലിയുടെ 3rd പാർട്ടിൽ അഭിനയിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന പോലെ. കോഴിക്കോട് രേണുസുതി ആയതുകൊണ്ടാണ് പ്രശ്നം. അതിപ്പം വേറൊരു നടി അഭിനയിച്ചിരുന്നെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിപ്പോ ഈ ലൈവ് ഇപ്പൊ യൂട്യൂബേഴ്സ് എടുക്കും. ആൽബം അല്ല നിന്റെ കഴപ്പ് ജിഷ്യ. നമ്മള് ഇതെടുക്കും. എടുത്തല്ല സന്തോഷമല്ലേ നീ? പിന്നെ എടാ നമുക്ക് കണ്ടന്റ് കിട്ടി നമ്മൾ ചെയ്യും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് അതിലെ വേണ്ട നിർത്തടാന്ന്. അതിനേക്കാളും ഒരുപാട് പേര് പറയും അതിലെ ചെയ്യണം, നല്ല രസമുണ്ടാകും. അതുകൊണ്ട് ഞാൻ കണ്ടന്റ് എടുക്കും, അതത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ നീ എന്നാ പരിപാടിയാണോന്ന് വെച്ചാൽ നീ പറഞ്ഞു. പിന്നെ നിന്റെ വാഞ്ഞ ആൽബം അതിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല. അയ്യോ ആൽബം വെച്ചായിരിക്കുന്നു ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് ആൽബം എന്തോന്നാടാ ഇതൊക്കെ. പിന്നെ എനിക്ക് സിനിമയിൽ വലിയ താല്പര്യമില്ല, ആൽബത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കോപ്പാണ്, നിന്റെ സിനിമയിൽ കോപ്പ് എടുക്കും. അങ്ങനെ ഒരു പടം എടുക്കണമെങ്കിൽ അത് അതപ്പതിച്ച് അത്രയും തരം താഴും പൊട്ടി പാളിച്ചായി കൂത്തുവാളം എടുക്കുക ഉള്ള കാര്യം പറയാം. ഒന്നുകൂടെ കാണിച്ചത് ആൽബം അല്ല നിന്റെ കഴപ്പ്, ജിഷ്യനും സെസം. എടാ പൊന്നുമോനെ, കഴപ്പ് ഇവിടെ ഞങ്ങൾക്കാർക്കും കഴപ്പില്ല. ഞങ്ങൾ ആൽബം നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെട്ടെടുത്താണ്. ആൽബം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കം അളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങള് മീഡിയക്കാരും അവരെല്ലാരും ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പിള്ളേരെ വരെ ഉറക്കം അളച്ച് ആ കുട്ടിയുടെ അധ്വാനമാണ്. അപ്പൊ അല്ലാതെ ഞങ്ങളുടെ കഴപ്പല്ല. നിന്റെ വീട്ടിൽ പഠിപ്പിക്കുന്നത് ഇവിടെ വന്ന് വിളമ്പരുത് കേട്ടോ. അത് നിന്റെ കഴപ്പാണ്, ഞങ്ങളുടെ ആരും കഴപ്പല്ല. ഞാൻ പറയും ദാസേട്ടൻ ലച്ചു ഒന്നും മിണ്ടത്തില്ല. തിരിച്ച് രേണുസുതി നല്ല വർത്താനം പറയും. ഓക്കെ, അപ്പം അപ്പൊ നമ്മള് രാവിലെ ഒരു 7 മണിക്ക് പൂജ കഴിഞ്ഞ് തുടങ്ങി ഒരു 6:30 അല്ലെ കറക്റ്റ് വെളിച്ചം പോകുന്നതിന് മുമ്പ് നമ്മൾ തീർക്കാൻ പറ്റി. അതന്നെ പിന്നെ അത്രയും സഹകരണമാണ്. അപ്പൊ ലച്ചുവിന്റെ അച്ഛനും അമ്മയാണ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാഹുബലിയുടെ 3rd പാർട്ട് എടുത്തിട്ട് റെസ്റ്റ് എടുക്കുന്ന പോലെ. ഓഞ്ഞ 2 തുണ്ട് സീനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി പെടാപ്പാട്. 2 റിംഗ് ലൈറ്റ് ഇതാ ഞാൻ വച്ചേക്കുന്ന പോലെ 800 രൂപ 2 റിംഗ് ലൈറ്റ് മാത്രം മതി. എന്നിട്ടൊരു ഐഫോൺ ഉണ്ടെങ്കിൽ അതും മതി. ഇതുപോലത്തെ ഒരു ഓഞ്ഞ പടം എടുക്കാന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെല്ലാം വലിയ ബ്രഹ്മാണ്ഡ ചിത്രം എടുത്ത പോലെയാണ് പറച്ചില്. എന്തോന്നല്ല ഇതൊക്കെ കണ്ടോണ്ടിരിക്കണം. നമുക്കും വേണ്ടേ ചിരിക്കാൻ ഒരു വകുപ്പ്. ഇനി ഈ ആൽബം വൻ വിവാദമായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഫോർ ബ്ലേസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. കേട്ടപ്പോ ചിരി വന്ന്. പിന്നെ ഇവരുടെ കോമഡി അവർക്കും ഒരു ആനന്ദം. കുറച്ച് ദിവസം കാണൂടായി കുന്തളിപ്പും തിളപ്പൊക്കെ. രേണുവിനൊരു വിചാരമുണ്ട് ഇവളെന്തോ വലിയ സംഭവമാണെന്ന്. ഒന്നുമില്ലടി നീ. അല്ലെങ്കിൽ നിനക്ക് അഭിനയിക്കാൻ കഴിവുണ്ടാ? പരസ്യമായിട്ട് ഞാൻ പബ്ലിക്കായിട്ട് ചലഞ്ച് ചെയ്യാം. നിനക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ? തേങ്ങ ഇരിക്കുന്നു തേങ്ങ. ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടായിരുന്നു. ഇതൊറ്റപ്പായിരുന്നു. രേണുസുതിയുടെ പല ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും ഇന്ന് വൈറലാണ്. ഇപ്പോഴത്തെ തന്റെ ഏറ്റവും പുതിയ ആൽബമായ മന്ദാരച്ചേരിലെ ഇന്റിമേറ്റ് രംഗങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രേണു. യൂട്യൂബിൽ തനിക്കെതിരെ പ്രചരിക്കുന്ന വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് രേണു തന്റെ പ്രതികരണം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിക്കുന്നത്. ആഹാ, ഒരു ആൽബം കാരണം ഞാനൊരു ഏപ്പടം നായികയായല്ലോ. രേണുസുതിയുടെ കുൽസിതം. ഫുൾ റിയാക്ഷൻ ആൽബത്തിന് വൻ പ്രൊമോഷൻ എന്നാണ് രേണു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിക്കുന്നത്. അതേസമയം നിരവധി ആളുകൾ രേണുവിനെ പിന്തുണച്ചുകൊണ്ടും കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട്. തന്റെ 3ാം വിവാഹവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പുതിയ മ്യൂസിക് ആൽബം രേണുസുതി പുറത്തിറക്കുന്നത്. സോഷ്യൽ മീഡിയ താരവും നടനുമായ ദാസേട്ടൻ കോഴിക്കോട് എന്നയാൾക്കൊപ്പമാണ് ഈ ആൽബത്തിൽ രേണു അഭിനയിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് നടത്തിയാൽ അത്രയും നല്ലത് കേട്ടോ. ഉള്ള കാര്യം രേണു, എത്രയും പെട്ടെന്ന് നടത്തിയേക്ക്. പിന്നെ വേറെ വിഷയമൊന്നുമില്ല. നീ ഒരു കെട്ടിപ്പോയത് കണ്ടിട്ട് വേണം ആ DP-യിൽ സുധിയേട്ടനൊന്ന് മാറ്റാൻ. സത്യം, നീ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ എന്തു പറയാൻ തീർത്ത്. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് കുഴി കിടക്കണവനെ കിടക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ്. വീണ്ടും കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ വേറെ ലെവലിൽ. ഇനി ദാസേട്ടൻ്റെ ഭാര്യ ദാസേട്ടനെ ഇട്ടിട്ട് അടിച്ചിറങ്ങി പിരിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമേഴ്സ് വരുന്നുണ്ട്. എനിക്കത് ഫേക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവരുടെയൊക്കെ താല്പര്യത്തോടെയൊക്കെ തന്നെ ആയിരിക്കും അങ്ങേര് ഇമാതിരി അപരാധം കാണിച്ച് വെച്ചിട്ടുള്ളത്. ഇവളും അപരാധം കാണിച്ച് അങ്ങേരും അപരാധം കാണിച്ച്. തങ്കം ചേട്ടനും ഫുൾ സപ്പോർട്ട്. പിന്നെ ചില തന്തക്കൊക്കെ ഉളുപ്പില്ലാതെ മക്കൾ എന്താ അപരാധം ചെയ്ത് പൈസ കൊണ്ടുവന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, അതെടുത്ത് വെച്ച് ഞണ്ടെന്ന് കുറേ ടീംസ് കാണും. ആ ഗണത്തിൽപ്പെട്ടിട്ടുള്ളതായിരിക്കും ഇവളൊക്കെ അപ്പായി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതെനിക്കൊന്ന് സ്റ്റേഷനിൽ വെച്ചാൽ മനസ്സിലായ ഒരു കേസാണ്. ഇനി ദാസേട്ടൻ്റെ അപരാധവും ദാസേട്ടൻ്റെ ഭാര്യകളപ്പം പണങ്ങി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതോ അയൽവാസി ജിനൂസിൻ്റെ അടുത്ത് പറഞ്ഞൊരു വോയിസ് ഉണ്ട്, കേട്ടോക്ക. ഇതില് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ദാസന്റെ കുടുംബ ലൈഫ് പോകും, ഉറപ്പാണ്, മാറ്റമൊന്നുമില്ല. ദാസന്റെ കുടുംബം തകരും. കാര്യം ദാസന്റെ കുടുംബം തകരാൻ കാരണം
ഒന്നും പറയാനില്ല. കാരണം ഇതൊരു പ്രൊമോഷൻ മാതിരി ആയിപ്പോയി. വേറെ ഒന്നുമില്ല. ദാസന്റെ കാര്യത്തിൽ തീരുമാനമായി. അവരുടെ കുടുംബ ജീവിതം ലൈഫെല്ലാം പോവും. വേറെ വേറെ ഒന്നും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കറക്റ്റായിട്ട് പോയിരിക്കും. ചേട്ടാ, ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന ആളാണ്. ഇത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് ഇതൊരുമാതിരി സെക്സ് പടമാണ്. കാരണം അത്രത്തോളം വളരെ വൃത്തികെട്ട രീതിയിലാണ്. കാരണം ഈ സ്ത്രീ ആദ്യം ഭർത്താവ് മരിച്ചു പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ സിമ്പതിയും പിടിച്ചു പറ്റിയിട്ട് ഇപ്പൊ കാണിക്കുന്ന തറ വേഗത്തിൽ ആ ദാസന്റെ ലൈഫ് പോയെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ നോക്കി മയക്കിയ പെണ്ണെ, ഇതാണ് അവസ്ഥ. ദാസേട്ടന്റെ ഭാര്യ ഇട്ടിട്ട് പോയില്ലെങ്കിൽ അത് ചൊല്ല. പിന്നെ ഇവനൊക്കെ അങ്ങനെ മൈൻഡായിരിക്കും, പോട്ട് പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് പിന്നെ അവരാളെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും. ഞാൻ ഒരു കാര്യം അവസാനമായിട്ട് പറയാം, വേറെ ഒന്നുമില്ല. ദയവ് ചെയ്തിട്ട് ചിനിയേട്ടൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളൂ ധാരിയ കളി അതങ്ങോട്ട് നിർത്ത്. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അവൻ നന്മവരൊന്നും അല്ല ഞാൻ പറയുന്നത്, എങ്കിലും മരിച്ചു പോയ ഒരാളല്ലേ. അതുകൊണ്ട് അവനെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോപ്പറായ കളി അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടാ. രേണ സുന കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് എന്തോന്നൊക്കെ കാണാൻ കിടക്കണമെന്ന് ദൈവത്തിന് അറിയാം. ദൈവമേ, ഇതിൻ്റെ ഒന്നും തുണ്ട് കാണേണ്ട ഒരു ഗതിയോടെ എനിക്കുണ്ടാക്കരുത്. ആമേൻ. ആമേനല്ല, സോറി. ബൈ.